ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ 2 ദിവസത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ ഊണും ഉറക്കവും ഇല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിന് മുൻപിട്ട വീഡിയോയിൽ നമുക്ക് കിട്ടിയ ആ മെറ്റീരിയൽ മെറൂൺ കളറിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് വീണ്ടും അതേ മോഡലിൽ കിട്ടിയ വേറൊരു കളർ ചേഞ്ചാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. അപ്പോൾ എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ മടക്കി വൃത്തിയാക്കി കെട്ടിയിട്ട് റെഡിയാക്കി നമ്മൾ രാത്രിയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ ഏൽപ്പിച്ചത്. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് വേറൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അത് നമ്മൾ ഏതാ മെറ്റീരിയൽ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 32 പീസാണ് മെറൂൺ കളറിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു കളറിൽ എടുത്തത് ഒരു 15 പീസാണ് കേട്ടോ. അപ്പോൾ ആ പീസും ഇതും കൂടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് തന്നെ ഒന്നിച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ മെറൂൺ കളർ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് കിട്ടിയ വേറൊരു കളർ ചേഞ്ചാണ് ഈ ഒരു ടോപ്പ്. രണ്ടും XXL സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓരോന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എഫേർട്ട് ഇല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. ഒന്നാമത് നമുക്ക് അറിയാം ഈ സമയം നമുക്ക് നനച്ചുള്ള പരിപാടി അത് ഇത് പറഞ്ഞിട്ട് ഒരുപാട് സമയം അതിന് തന്നെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്കും കൂടി കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെ എഫേർട്ട് അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ എഫേർട്ടും എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്. അതിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നനച്ചുള്ളി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് തറവാട് വീടാണ്. അപ്പോൾ മേൽക്കൂര ഒന്ന് പട്ടികയും കഴുക്കോലൊക്കെ മാറ്റിയിട്ട് ഇരുമ്പ് വെക്കാനൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയും അതിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മൾ റെഡിയാക്കുന്നത് ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ സോയാബീനൊന്ന് ഗ്രേവി പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ വഴറ്റി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്ത് ഉച്ചക്കത്തെ ഫുഡ് കൂടി റെഡിയാക്കുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പണികളൊക്കെ രാവിലെ തന്നെ തീർത്തിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ തലേന്ന് തന്നെ പിറ്റേ ദിവസത്തിനുള്ള കറിയൊക്കെ റെഡിയാക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, 2 ദിവസത്തിന് ചേർത്ത് കറി വയ്ക്കുക. അങ്ങനെയൊക്കെ നമ്മൾ നാളേക്കുള്ള വർക്ക് കണക്കാക്കിയിട്ട് നമ്മൾ ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും എടുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാനായിട്ടിരിക്കുക. പിന്നെ എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. നമ്മളൊന്ന് വിചാരിക്കുമ്പോൾ പ്ലാൻ ഇട്ടതൊക്കെ വേറൊരു രീതിക്കാവും, അല്ലെങ്കിൽ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും കയറി വരും. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ മിസ്സാവും. അപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ ആകെ താളം തെറ്റും. അപ്പോൾ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഡിലേ ആവും. അവർ പറഞ്ഞ സമയത്ത് എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് അവർ പറഞ്ഞ സമയത്ത് ഏൽപ്പിച്ചാലാണ് നമുക്ക് വീണ്ടും പുതിയ ഓർഡറുകൾ അവർ തരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ക്ലീനിങ്ങും ഉണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീട് പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മേൽക്കൂരയാണല്ലോ പണി ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളെ വെച്ചിട്ട് നമുക്കവിടെ താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് തന്നെ വേറൊരു വീട് റെൻറ്റിന് എടുത്തിട്ട് ഒരു കുറച്ച് ദിവസം കാര്യത്തിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി മകനൊക്കെ ഇടയിൽ കൂടി വന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവന് വീഡിയോ എടുത്തതാണ്. ഇടയിൽ ചിരിക്കണമുണ്ട്, ഇടയിൽ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പിന്നെ മക്കളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവർ കയറി വരും. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ അവനെ മടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ അവനെ കിടത്തി ഉറക്കിയിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. ചിലപ്പോൾ മെഷീൻ്റെ സൗണ്ടൊക്കെ കേട്ട് എണീക്കും. അപ്പോൾ ആ സമയത്ത് കൂടെ കിടന്ന് ഉറക്കി പിന്നീടാണ് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടി തുടങ്ങുക. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ പണി സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ മേൽക്കൂരയിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി വരാനുണ്ട്. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ ശേഷമായിരിക്കും നമുക്ക് ശരിക്കും നനച്ചുള്ളി പരിപാടി എന്ന് പറയുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ വീടൊന്നും കൂടി ഇതാക്കുമ്പോൾ വീണ്ടും പൊടി മണ്ണ് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഡബിൾ പണിയാവും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് നനച്ചുള്ളി പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെ ഇതിനെ ബാധിക്കാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മാറുന്ന അവിടേക്ക് നമുക്ക് സാധനങ്ങൾ കടത്തണം. അതിന് തന്നെ കുറേ സമയം വേണ്ടി വന്നു കേട്ടോ. കാരണം അത്യാവശ്യം നമുക്കിപ്പോൾ കുറച്ച് ദിവസമാണെങ്കിലും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു നമ്മളിപ്പോൾ 2 ദിവസമായിട്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ചോദിച്ച കമൻറ്റിനും അതുപോലെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പറയാത്തത്. അങ്ങനെ നമ്മുടെ വീടിന് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ആദ്യം ഓണൊക്കെ ഇറക്കിയിട്ട് പിറ്റേ ദിവസമായിരിക്കും ഇതൊക്കെ മേലെ കൊണ്ടുപോയി സെറ്റാക്കുന്നത് പരിപാടി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തറവാട് വീടാണ്, ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.